ഏകദേശം എൻ്റെ സ്വഭാവം തന്നെയാണ് ക്യാരക്ടർ. പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഈ ട്രെയിലറല്ല ഡബിങ് പോയ സമയത്തും ഞാൻ കണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓണമില്ലയാ, ഓണം ഫെസ്റ്റിവലിൽ നമ്മളൊരു പടം കാണാൻ കയറുമ്പോൾ ഒരു ഫ്രെയിമിലും ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. പ്രൊഡ്യൂസർ ഹമ്പിളായിട്ട് പറഞ്ഞു ചെറിയ പടമൊന്നുമല്ല കേട്ടോ, കോടികൾ മുടക്കിയിട്ടുണ്ട്. എനിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ചുമ്മാ പറഞ്ഞതാ. ഐ റിയലി അപ്രിഷിയേറ്റ് ഇന്ന് അബാം മൂവീസ്. എനിക്ക് നിങ്ങൾ ആർട്ടിസ്റ്റ് ഒരു പടം എടുക്കുമ്പോൾ ഒരു ഫ്രെയിമിലും அந்த റിച്ച്നെസ് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഇസ് കാൾഡ് ആസ് എ ഫെസ്റ്റിവൽ മൂവി. വരുന്ന ഓഡിയൻസിക്ക് അത് ഭയങ്കര ഒരു ബഹളമായിരിക്കും, സന്തോഷമായിരിക്കും. ആൻഡ് അഫ്കോഴ്സ് രഘുമണിക്ക് അവിടെ ഉണ്ട്. എടുത്തു പറയണമെങ്കിൽ ഞങ്ങളൊരു പടം ചെയ്തു കേട്ടോ, ഐ തിങ്ക് 16 വർഷം മുമ്പ്. ഇപ്പോൾ 16 വർഷം ശേഷം പിന്നെയും ഇപ്പോൾ ഒരു പടം ചെയ്യുന്നുണ്ട്, ഒരു മാറ്റമില്ല, അതേപോലെ ഉണ്ട്. എല്ലാവരും ചോദിക്കുകയാണ് എങ്ങനെ ഈ സീക്രറ്റ്. എനിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്, എല്ലാ ദിവസവും 3 കിലോമീറ്റർ ഓടുണ്ട്. എവിടെ വെച്ച്? ദുബായിൽ വെച്ചിട്ടാണ് പറഞ്ഞത്, ഓർമ്മ ഉണ്ടോ? അതുമാത്രമല്ല, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇദ്ദേഹം, അപ്പം ഞാൻ മമത ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റിനും വേണ്ടി ഒരു ജിമ്മൊക്കെ റെഡിയാക്കി കൊടുത്തു. സോ ഒരു ആർട്ടിസ്റ്റായിട്ട് പുറകിൽ ഇവരൊക്കെ ചെയ്യുന്ന ഡെഡിക്കേഷൻ, എക്സസൈസ്, ഡയറ്റിംഗ് ഒന്നും നിങ്ങളുടെ മീഡിയയിൽ പുറത്ത് പറയില്ല. പക്ഷേ പടത്തിൽ കാണുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണാം. ഹീ ഈസ് ലുക്കിംഗ് സോ യങ് ആൻഡ് എനർജറ്റിക്. അത് ആക്ഷൻ സീക്വൻസ് ആവട്ടെ, റൊമാൻസ് ആവട്ടെ, ഡാൻസ് ആവട്ടെ, അതേക്ക് തന്നെ എപ്പോഴും. ആൻഡ് വേറെന്താ പറയുക, ആസ് ഐ സെഡ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ്, പക്ഷേ പവർഫുള്ളായിരിക്കും. പിന്നെ ഇക്ക പറഞ്ഞു കോൺട്രവേഴ്സി ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, ഓണം നല്ല ഒരു പടമാണ്. അഫ്കോഴ്സ് ഞാനും ഇക്കാവും പ്രൊഡ്യൂസറും എല്ലാവരും വന്നിരിക്കുന്നത് ബാഡ് ബോയ്സ് പടത്തോടെ പ്രൊമോഷന് വേണ്ടി. പക്ഷേ ടിനി ടോം ആ ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത്. ഏത് കോൺട്രവേഴ്സി ആണെങ്കിലും ടിനി ടോം എടുത്ത് മുഖം നോക്കി ഓപ്പണായിട്ട് നിങ്ങൾ പറയാം. ഏത് കമ്മിറ്റി ആയാലും പുള്ളി ഒന്നും പേടിക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തിനും തയ്യാറായ ടിനി ടോം ആണോ? ഞാൻ മലയാളത്തിലെ എല്ലാ സൂപ്പർ സ്റ്റാർസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ബാക്കിയുണ്ടായിരുന്നത് റഹ്മാൻ സാറായിരുന്നു. സിനിമ കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ മമ്മൂക്ക, ലാലേട്ടൻ, റഹ്മാൻ സാർ, അങ്ങനെ 3 പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ഇതിനോടൊരു പാഷൻ തോന്നുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. കുറച്ച് വൈകിയെങ്കിലും നല്ല സ്ക്രീൻ പ്രസൻസ് തന്നതിന് അബാം മൂവീസിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു. ഒമർ ലുലുവിനും അതുപോലെ തന്നെ. ഇത് ഞാൻ അബാമിൻ്റെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ ഷീ ടാക്സി ആയിരുന്നു. അതിനുശേഷം പുത്തൻ പണം മമ്മൂക്കയുടെ പടത്തിലുണ്ടായിരുന്നു. പിന്നീട് വരുന്നത് ഇപ്പോൾ ഈ ബാഡ് ബോയ്സ് ആണ്. ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവർ 4 പേരാണ്. ഞാനും ബാലയൊക്കെ ഗുഡ് ബോയ്സ് ആണ്. അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന്. ഇതൊരു പുതിയ ബെൽറ്റായിരിക്കും, യാതൊരു സംശയവും വേണ്ട. മലയാള സിനിമയിൽ വരുന്ന ഏറ്റവും പുതിയ ബെൽറ്റായിരിക്കും. ബാലയുടെ നാവ് പൊന്നാവട്ടെ. കുറേ കാലമായി ഞങ്ങളൊരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അബാം ബെൽറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബെൽറ്റ് വന്നിരിക്കും. എഴുതി വെച്ചോളൂ. നാളെ കേരളത്തിൻ്റെ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ബാഡ് ബോയ്സിലൂടെ ആയിരിക്കും. എല്ലാ സിനിമകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം. ഓരോ ദിവസം ഓരോ ചോയ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബാഡ് ബോയ്സിനോടുള്ളതുകൊണ്ട് ബാഡ് ബോയ്സിലൂടെ ഓണാഘോഷം തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അപേക്ഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ഓണം. ഇതിലെനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തന്നെ, ഇതിൻ്റെ കഥാപാത്രം, മൊത്തത്തിൽ ഈ സിനിമയുടെ സ്റ്റൈൽ, ഈ സിനിമയുടെ എന്താ പറയുക ഹൈപ്പ്, ഇതൊക്കെ എനിക്കൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കാർക്കും ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ സാധാരണ ഒരു ഹ്യൂമർ ഫിലിം, കോമഡി ഫിലിം ആയിട്ട് കാണുമായിരിക്കും. പക്ഷേ എനിക്കിതൊരു വലിയ ചേഞ്ച്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ, കഴിഞ്ഞ ഒരു 10 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. കഥ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു. 3-4 തവണ ഉമർ എൻ്റെ അടുത്ത് വന്നു, പല ലൊക്കേഷനും ഈ കഥ പറയുകയും ഇതിൻ്റെ ഒപ്പം നമ്മുടെ സാരംഗ് ജയപ്രകാശ് പുള്ളി ഈ കഥ പറയുമ്പോഴും ഓരോരുത്തരുടെ വോയിസിൽ ആണ് മിമിക്രി ഒക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞത്. ഇതൊക്കെ കേക്ക് എനിക്ക് ഭയങ്കര അന്ന് ഒരുപാട് പൊട്ടിച്ചിരിക്കുകയുണ്ടായിരുന്നു. സിനിമ കഥ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ
ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഈ കഥയുമായിട്ട് എൻ്റെ അടുത്തേക്ക് എങ്ങനെ ഉമ്മറാൻ വന്നത്, നിങ്ങൾ എന്നെ എന്താ കണ്ടത്, ഞാനൊരു കോമഡി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പുള്ളി തന്ന ഓർപ്പിലും ധൈര്യത്തിലാണ് സത്യം, ഇത് ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ആണ് ഞാൻ ഇന്ന് ബാഡ് ബോയ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഈ ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക്. അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് ആസ് എൻ ആക്ടർ എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കൂ, ബാക്കിയുള്ള ആക്ടേഴ്സിനും. അപ്പോൾ സന്തോഷം ഞാൻ ഈ പടം ചെയ്തതിൽ. ആൻഡ് ഈ പടം നമ്മളിത് ഡിസ്കഷൻ്റെ സമയത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെയും ഒമറുടെയും ആഗ്രഹമായിരുന്നു ഒരു ഓണം റിലീസ് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എനിക്കും ആദ്യമായിട്ടാണ് ഒരു ഓണത്തിന്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓണത്തിനൊരു റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ റെഡിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കിംഗ് വേണമല്ലോ. അങ്ങനെയാണ് നമ്മൾ അബാ മൂവീസ്, എബ്രഹാം മാത്യൂസ്, ഷീലു എബ്രഹാം ഞങ്ങൾക്ക് ഒപ്പം സഹകരിച്ചുകൊണ്ട് ഈ പടത്തിന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ റൂമിലിരുന്നിട്ട് മാത്യു സാർ എൻ്റെ അടുത്ത് എന്ത് വന്നാലും ഞാനിത് ഓണത്തിന് റിലീസ് ചെയ്തിരിക്കുമ്പോൾ അമ്മൻ ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട, ഈ പടം ചെയ്യാനും പുള്ളി എനിക്ക് ധൈര്യം തന്ന ആളാണ് സത്യം. ആൻഡ് താങ്ക് യു എബ്രഹാം, താങ്ക് യു സോ മച്ച്. ഉമ്മറുടെ അടുത്ത് ഞാൻ നന്ദി പറഞ്ഞില്ല. ഉമ്മറെ ഞാൻ കാണുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണ്, ഒരു ബ്രദർ സ്ഥാനത്ത്, ചേട്ടന് അനിയനെ പോലെ. ചേട്ടൻ ഓക്കെ ചേട്ടൻ. സോ ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ടാഗ് ലൈനിൽ തന്നെ കാണുന്നുണ്ട്, ഒമർ ഫൺ ഫിലിം. അതായത് ഇറ്റ്സ് എ വെരി കൂൾ, ടേക്ക് ഇറ്റ് ഈസി കൈൻഡ് ഓഫ് ഫിലിമാണ്, ഫീൽ ഗുഡ് ഫിലിമാണ്, ഒരുപാട് ചിരിക്കാൻ. അതായത് ഇതിൻ്റെ അണ്ടർ കറണ്ട് എന്ന് പറയുന്നത് ഹ്യൂമറാണ്. പക്ഷേ ഹ്യൂമർ മാത്രമല്ല, ഇതിൽ നല്ല എമോഷൻസും ഉണ്ട്, നല്ലൊരു കഥ, ഒരു ലൈൻ പോകുന്നുണ്ട്, സ്റ്റോറി ലൈൻ, അത്യാവശ്യത്തിന് ഫൈറ്റും ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, ഡാൻസും ഉണ്ട്. സോ ഓണത്തിന് വേണ്ട, ഉത്സവത്തിന് വേണ്ട ഒരു എല്ലാ ഐറ്റംസും ഈ സിനിമയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒമർ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥ കേൾക്കുമ്പോഴൊക്കെ ഡയറക്ടർമാർ അഭിനയിച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും, ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഒരു വലിയ സ്കെയിലിൽ എത്തിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടില്ല. അത് സത്യമാണ്. ഞാൻ ഇങ്ങനെ വരുന്നു പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നാണ്. നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് ഒരുപാട് ടെൻഷൻ. സിനിമ നന്നായിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് ഇതിൻ്റെ ഹൈപ്പൊക്കെ കണ്ടിട്ട്. ആൻഡ് താങ്ക് യു ഉമർ, ഈ വേദിയിലാണെങ്കിലും ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇതൊരു വൺ മാൻ ഷോ കളിയൊന്നുമല്ല. ഇതിൽ ഒരുപാട് നടന്മാരുകളുണ്ട്. ആൻഡ് എല്ലാവരും ഇതിൽ ഹീറോ തന്നെയാണ്, എല്ലാവരും ബാഡ് ബോയ്സ് ആണ്. ഇതിൽ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡുണ്ട് ഈ ക്യാരക്ടേഴ്സൊക്കെ. ആൻഡ് എനിക്ക് ഇവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ ഒരു സ്പേസ് കിട്ടിയത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു. ആൻഡ് ഇവിടെ എല്ലാവരും ഇവരൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. താങ്ക് യു ബിബിൻ, താങ്ക് യു പോൾ, താങ്ക് യു ടിനി, താങ്ക് യു ബാല, താങ്ക് യു സെന്തിൽ, താങ്ക് യു ഷീലു. താങ്ക് യു ഫോർ ഇനി 10-15 ദിവസം ഉണ്ട് പ്രൊമോഷൻ. ആണോ? സോ അതൊക്കെ തന്നെയാണ്. സാറിൻ്റെ ഞാൻ ഈ കഥ പറഞ്ഞ് അപ്പോൾ സാറിങ്ങനെ ചിരിച്ചു. എന്നിട്ട് സാറ് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് പറ്റും, കാരണം എനിക്ക് ആ ഒരു വിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ഇതിന് മുന്നേ ചെയ്തത് കോമഡി അല്ലെങ്കിൽ യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു പടമോ 2 പടമോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് തരും, ഇയാൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ധാരണ ഇൻജെക്ട് ചെയ്ത് ഇവിടെ കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സാറ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സാറിന് തന്നെ അപ്പോൾ ഇത് ശരിക്കും പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. ഒരാൾക്ക് ഇന്നത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് അടിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്ക് ഇടയിൽ ഭയങ്കരമായിട്ട് കൂടി വരും ഇതുണ്ട്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു ശ്രമമാണ്, എന്നെ സ്റ്റാമ്പ് ചെയ്തെന്ന് പൊളിച്ച് മാറ്റാനുള്ള എൻ്റെ ഒരു ശ്രമമാണ് ഈ സിനിമ. അതിന് എൻ്റെ കൂടെ നിന്ന റഹ്മാൻ സാർ, പ്രൊഡ്യൂസർ അബ്രഹാം സാർ, ഷീലു, എല്ലാവരും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ എന്താ പറയുക അത്രയും ഇതിലാണ് പറയണത്. പിന്നെ എങ്ങനെ വന്നാലും ബോറടിക്കില്ല, പക്ക ഒരു എൻ്റർടൈനറായിട്ടാണ് ഞങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹ്യൂമറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് പക്ക ഒരു
ഒരു ഓളം തമിഴ് തെലുങ്ക് പടങ്ങളുടെയൊക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഓണത്തിന് ഒരു അത്തപ്പൂക്കളം പോലെ കളർഫുള്ളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലേ ബിബിനെ? അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇത് പോവാൻ കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആഘോഷിച്ച് നടന്ന ഒരുപാട് പാട്ടുകളും അല്ലെങ്കിൽ ഒരുപാട് സിനിമകളും റഹ്മാൻ സാറിൻ്റെ. അപ്പോൾ ഈ റഹ്മാൻ സാറിനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ വിഷ്വൽ ആലോചിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് കളറാവും എന്നുള്ളത്. അതായിരുന്നു എൻ്റെ കോൺഫിഡൻസും. അതുകൊണ്ട് തന്നെയാണ് റഹ്മാൻ സാറിലേക്ക് പോയത്. ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ടോട്ടലി ഒരു ചാലഞ്ചിങ് ആണ്. ആസ് എൻ ആക്ടർ നമ്മൾ ഡിഫറെൻറ്റ് കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എളുപ്പം പണിയല്ല. നിങ്ങൾക്ക് സിനിമ കാണുമ്പം ആ സ്ട്രെയിൻ തോന്നൂലായിരിക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സ്ട്രെയിൻ തന്നെയാണ്. കാരണം ഇതുവരെ നമ്മളൊരു പാറ്റേൺ ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഓപ്പോസിറ്റായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുള്ള ശ്രമങ്ങളുണ്ട്. അപ്പം അതും ഓവറാവാൻ പാടില്ല. നമ്മളിതൊരു ഹ്യൂമർ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്കറിയാം. കാരണം അത് ഞാൻ ചെയ്യുമ്പോഴേ ഞാൻ അറിയുന്നത്. കാരണം ഹ്യൂമറിന് ഒരുപാട് ടൈമിങ്ങും നമ്മളതിൻ്റെ സ്പോണ്ടാനിറ്റി ഇതൊക്കെ വേണം. പറ്റി ഇനി ടോമൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല. എൻ്റെ റൂട്ടല്ല. അവരൊക്കെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. സോ ഞാൻ ഫേഷ്യൽ മാത്രമല്ല, ബോഡി ലാംഗ്വേജ് വരെ, അതിൻ്റെ സ്റ്റൈൽ, അതിൻ്റെ വാക്കിംഗ് ഒക്കെ ഉള്ളിൽ ഞാൻ മാറ്റിയെടുക്കേണ്ടി വന്നു. കാരണം ഇതുവരെ നമ്മൾ മസിൽ പിടിച്ചിട്ടൊക്കെയുള്ളൊരു അഭിനയമായിരുന്നു. ഇപ്പം കുറച്ച് അഴിഞ്ഞാടിയിട്ടൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുക, കുറച്ച് ടൈം എടുത്തു എനിക്ക് ചെയ്യാൻ. പക്ഷെ ഓഫ്കോഴ്സ് ഇദ്ദേഹത്തെ പോലെ ഒരു ഡയറക്ടർ ഉണ്ടാകുമ്പോൾ എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് സെറ്റിൽ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം, സ്പേസ് കൊടുത്തു. എന്ത് സജഷനും പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പുള്ളി അത് ഭയങ്കര രസിച്ചിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ടിൽ തന്നെ ആദ്യം ഓക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞ് മാറ്റി പഴയതുപോലെയൊക്കെ കൊണ്ടുവരും. അപ്പം നമ്മുടെ സജഷനൊക്കെ തൂക്കി അവിടെ ഒരു കുഴിയുണ്ട്. ഇപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര്, അത് ബിബിൻ്റെയും പിഷാരടിയിലാണ് ഏറ്റവും അധികം അവിടെ ആ കുഴിയിൽ ഏറ്റവും അധികം ഉണ്ടാവും. അവിടെ എളുപ്പമുണ്ട്. ഞങ്ങൾ സെക്കൻഡ് പാർട്ടിൽ ചിലപ്പോൾ നമ്മൾ വൈകിയായിരിക്കാം. ഞാൻ ഒരു മറുപടി പറയട്ടെ. നിൽക്കാവ് ഇത്രയും കാലം ഈ ഹെയർ സ്റ്റൈലിൽ ഇപ്പം ഇരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലിൽ കണ്ടു. പക്ഷേ ഈ പടത്തിൽ പൂജ നടന്നു. ഞങ്ങളൊക്കെ നേരത്തെ വന്നു. അപ്പോൾ കാരവാനിൽ ചേട്ടൻ ഇറങ്ങി വരുമായിരുന്നു. ഷോർട്ട് ഹെയർ കട്ട് ചെയ്തിട്ട് വൈറ്റ് കളർ ഷർട്ട് ഇട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, എവിടെയോ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ, അല്ലേ? ഇത് എനിക്ക് മാത്രമല്ല, ഇതൊക്കെ കൈയടിക്കാം. സംടൈംസ് ഒരു ആർട്ടിസ്റ്റ് ഒരു കഥാപാത്രത്തിൽ റെഡി ആയിട്ട് വരുമ്പോൾ ഒരു മാജിക് സംഭവിക്കും സ്ക്രീനിൽ. അന്ന് എനിക്ക് പട പൂജയിൽ അത് തോന്നിയതാണ്. മമ്മൂട്ടി സാർ மாதிரி இருக்காருப்பா. இப்போ ட்ரெய்லர் കാണുമ്പോൾ அந்த ஒரு സ്ക്രീനിൽ அந்த ആക്ഷൻ സീക്വൻസ് ബോട്ടിൽ എടുത്ത് അടിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലിരിക്കുന്ന സാധാരണക്കാരല്ലേ, റഹ്മാൻ കാണുമ്പോൾ മമ്മൂക്ക പോലെ ഉണ്ടല്ലോ, ഏതോ റെസിംബ്ലൻസ് ഉണ്ടല്ലോ. அந்த ഹെയർ സ്റ്റൈൽ മാറ്റിയതാണോ ഇല്ല ബോഡി ലാംഗ്വേജ് ആണോ എന്താണല്ലേ, വേറെ എന്തെങ്കിലും മമ്മൂക്ക ചെയ്ത ഒരു കഥാപാത്രമാണോ, ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അങ്ങ് ഒരു മാജിക് ഫോളോ ആവുന്നുണ്ട്. അത് പടത്തിൽ വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഐ തിങ്ക് സോ. ഇല്ല, എല്ലാവരും പറയുന്നു. ഇത് എൻ്റെ ഒരു തനിപ്പെട്ട ഒരു അഭിപ്രായം ഇല്ല. ടെകിടുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ അതൊന്നും ഞാൻ കണ്ടില്ല. മമ്മൂക്കയുടെ ഫോട്ടോസോ ഇല്ല വേറെ ആരും അഭിനയിക്കുന്നൊന്നും ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി കാണാണ്ടിരുന്നത് തന്നെ ഈവൻ സിനിമകൾ പോലും ഞാൻ കണ്ടില്ല. കാരണം ഇൻസ്പയർ ആവാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് അവരെ പോലെ അഭിനയിക്കാൻ തുടങ്ങും, അവരെ പോലെ നടക്കാൻ തുടങ്ങും. സോ കുറച്ച് നാളത്തേക്ക് ഞാൻ അതൊന്നും ചെയ്യാണ്ട് തന്നെ. പക്ഷേ ഈ പടത്തിന് ഈ കഥയ്ക്ക് ഈ ക്യാരക്ടർ ആൻഡപ്പൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. സോ ഒരു ആൻഡപ്പൻ്റെ ക്യാരക്ടറിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ചെയ്യണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ പേരക്കുട്ടി, മൈ ഗ്രാൻഡ് സൺ, അവൻ്റെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അവനൊരു ബാബർ സലൂൺ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ ഇരിക്കുന്നില്ല. അപ്പം ബാബർ ഒരുപാട് കഷ്ടപ്പെട്ടു അവന് മുടി മുറിക്കാൻ. അപ്പം ശരിയായില്ല, അവിടെ എവിടെയൊക്കെ ബിറ്റായിട്ട് വന്നു. പക്ഷെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിന് ആ സ്റ്റൈൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ അതേ ബാബർ കൊണ്ട് എൻ്റെ മുടി കട്ട് ചെയ്യിപ്പിച്ചത്. പിന്നെ കട്ട് ചെയ്ത് താടി വളർത്തി ശകലം വെയിറ്റൊക്കെ കൊടുത്ത് ഒരു ലൂസ് ബോഡിയൊക്കെ ആക്കിയിട്ട്. കാരണം ഇത് പറയുന്ന പോലെ ഒരു ദാദാ ഫീൽ കൊടുക്കണം, എന്നാൽ
ഇവൻ ഒരു ദാദിയല്ല. ഞാൻ സാറിന്റെ അടുത്ത് വന്ന് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതെ. സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാർ ഇവിടെ വന്നപ്പോഴാണ് അടിപൊളി. എന്നിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു 4-ാം ദിവസം ഞാനും ടിനി ടോം ഇരിക്കും. ഇവൻ ടിനി ടോം എല്ലാവരും കൂടിയും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും സെറ്റിലൊന്നും പറയുന്നത് കേട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു. ഞാനൊരു കറുത്ത ജുബയും മുണ്ടിട്ടിരിക്കുമ്പോൾ ആ ഫോട്ടോ വൈറലായി. അവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്. ടെർബോ ലുക്ക്, മറ്റേ ടെർബോ ജോസ് ആയിട്ട് ചേട്ടൻ അനിയനായിട്ട് വരുന്നു, ആ സിനിമയിൽ ഗസ്റ്റ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പലരും കമൻ്റ് റിവ്യൂസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇച്ചക്കയുടെ ഫോട്ടോ കാണുന്നത്. അതാണ് അതിൻ്റെ സത്യം. അല്ലാണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് കോപ്പി അടിച്ചാൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ആ സ്റ്റൈൽ ചെയ്യില്ലായിരുന്നു. ഞാൻ മാറ്റി പിടിച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലും. അത് സത്യം.